ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരു അച്ചപ്പം ഉണ്ടാക്കണതാണ് കാണിക്കാൻ പോണത്. ഇന്നിവിടെ കാക്കാൻ്റെ ഉമ്മയായിട്ട് അച്ചപ്പം ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ എങ്ങനെ അച്ചപ്പം ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം. 200 ഗ്ലാസിൻ്റെ ഒരു പൊടി ഇതാണ്. അതിന് ഒരു പാത്രം അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ആ ഗ്ലാസ്സിനായിട്ട് അളക്കണത് 200ൻ്റെ ഗ്ലാസ്സാണത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ്. പിന്നെ അങ്ങനത്തെ പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് 4 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് 800 ഗ്രാം അരിപ്പൊടി ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മൈദ ചേർക്കണം. ഇപ്പോൾ 1/4 അതായത് 250 ഗ്രാം മൈദപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് മുട്ടയാണ്. 2 മുട്ട ചേർത്ത് കൊടുക്കുക. ഞാൻ അപ്പസോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ടീസ്പൂണിന് ഒരു 1/4 ടീസ്പൂണ് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് 250 ഗ്രാം പഞ്ചസാര ഉണ്ട്. ആ പഞ്ചസാരയിൽ നിന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 100 ഗ്രാമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇതിൽ 4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് മൈദ, 2 മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ അപ്പസോഡ, 200 അല്ലേ 150 ഗ്രാം പഞ്ചസാര. അപ്പോൾ അത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. പച്ചവെള്ളം കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര എടുത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം മധുരം കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കലാണ്. നേരിയ മധുരം അതിൽ വേണം. അതേപോലെ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇത് നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ പാകം ഇങ്ങനെ വന്ന് കാണിച്ചു കൊടുത്താണേ. ഈ അളവിലാണ് നിങ്ങൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഈ അളവിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് വേണം മിക്സിയിൽ അരച്ചെടുക്കാൻ. ഒന്നും കൂടി ഒന്നിങ്ങനെ കാണിച്ചു കൊടുത്താളേ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിന് ശേഷം നമുക്കിതിലേക്ക് മിക്സി ചേർക്കാണ്ട് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മിക്സി തുറന്ന് കാണിച്ച പോലെ നിങ്ങളാരും മിക്സി തുറന്ന് നോക്കണ്ട കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് മാവ് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മാവ് അരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇമ്മ ഇതിക്കിഞ്ഞ് നമുക്ക് ഇടാനുള്ളത് ഇമ്മ ഇതിക്ക് ഇട്ട് കാണിച്ചു തരും. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം നമ്മ പറയണ. കയ്യിലട്ടിമ കയ്യിൽ കൊഴിച്ചു തരാം. അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ അളവ്. നമ്മൾ നെയ് റോസ്റ്റിനൊക്കെ മാവ് അരക്കൂലേ, അത്ര ഇതിലാണ് ഇത് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് എള്ളിട്ട് കൊടുക്കണം. പച്ച എള്ളാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കരിഞ്ചീര ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തുവിടമ്മ. കരിഞ്ചീര ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. കരിഞ്ചീര ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാറുണ്ടപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കരിഞ്ചീര. ഉമ്മാക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ കരിഞ്ചീരമാണ് ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ മതി. കരിഞ്ചീരത്തിനൊരു കയ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്ര ചെറിയ സ്പൂണാണ് കേട്ടോ. അതേപോലെ അത് നമ്മളൊരു 1/4 ഗ്ലാസ്സോളം എള്ളിട്ട് കൊടുത്തിട്ട് അത് കൂടുതലുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് മധുരവും ഉപ്പും ടേസ്റ്റ് നോക്കണം.
അപ്പം നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ അച്ച്. ഇത് നമ്മളെ പിച്ചളയാണേ. അപ്പോൾ നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇത് ചൂടാക്കി എടുക്കണമൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്, നമ്മൾ മാവ് ആ വലിയ പാത്രത്തിൽ നിന്ന് മുക്കൂല. അതേമാതിരി ഒരു ചെറിയ പാത്രം എടുക്കുക. ചെറിയ പാത്രം വെച്ചാൽ നമ്മൾ അച്ച് അതിൽ ഇങ്ങനെ മുങ്ങാൻ പറ്റണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടിയിൽ മാവ് വല്ലാതെ വേസ്റ്റ് ആവില്ല. ഇനിയിപ്പോൾ ഈ അച്ചുണ്ടല്ലോ, ഇത് ഞാൻ ഈ ഇതിൽ വെക്കാൻ പോകട്ടെ. ഇത് നല്ലവണ്ണം ചൂടായി വരണം. അപ്പോൾ ഇത് അച്ചയിൽ നല്ലവണ്ണം ഒന്ന് ചൂടാവട്ടെ. കുറച്ചും കൂടി നമുക്ക് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ നിൽക്കണമല്ലോ അമ്മ. ഞാൻ ഇതിൻ്റെ കുറേ മുന്നേറ്റ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉമ്മ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. ഉമ്മക്ക് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഉമ്മയാണ് ഇപ്പം ഇന്നത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം എങ്ങനെ ഇട്ടാൽ മാവ് ചൂടായിക്കണം നോക്കുക. അച്ച് മുഴുവനായിട്ട് മുക്കരുത്, 3/4 ഭാഗം മുക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഓരോ പ്രാവശ്യം മുക്കുമ്പോഴും ഉമ്മ ആ എണ്ണയിൽ ഒരു 2 മിനിറ്റ്, ഒരു 2 സെക്കൻഡ് നേരം വെച്ചിട്ടാണ് അടുത്ത മാവ് മുക്കാൻ നിൽക്കുന്നത്. അതേപോലെ നമ്മൾ മാവ് ഇങ്ങനെ മുക്കൂലേ, അപ്പോൾ അത് എണ്ണയിൽ അടി തട്ടണ പോലെ വെക്കരുത്, മേലായിട്ട് വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഉമ്മ പറയുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട് അച്ചപ്പം എന്ന്. അപ്പം ഇങ്ങനെ നമുക്കിത് അതാണ് അതിൻ്റെ മൂപ്പ്. ഈ പത അമരുമ്പോഴാണ് ഇത് മൂത്തക്കണെന്ന് അറിയാം. ഈ അടിഭാഗമല്ലമ്മ, ഒന്നും കൂടെ ആയിക്കോട്ടെ. പിന്നെ നമ്മൾ പിച്ചളൻ്റെ അച്ചായാൽ ഒരു ഇതെന്താ വെച്ചാൽ നമ്മൾ കഴുകിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അതേപോലെ മാവ് അതിൽ ഒട്ടിപ്പിടിക്കും ചെയ്യൂല, നല്ല സുഖമാണ്. അമ്മ പറയണേ ഇങ്ങനെ കൗത്തിട്ട് കൊടുക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എണ്ണയൊക്കെ വാർന്ന് പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. ഇനി ചോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോപ്പിച്ചെടുക്കാന്നാണ് കേട്ടോ പറയണത്. ഇപ്പം ഞങ്ങളിതിങ്ങനെ ചോക്കാതെ തന്നെ എടുക്കണേ. ഇല്ല, മാവ് നന്നായി എണ്ണ ഒട്ടില്ലണേ. ഇതിപ്പോൾ നമ്മൾ നിറയെ വെക്കാഞ്ഞതേ, പിന്നെ അത്യാവശ്യം എണ്ണ നമ്മൾ 2-3 എണ്ണമൊക്കെ ചുട്ട് കഴിഞ്ഞാൽ എണ്ണ കുറച്ചൊരു ചൂട് കുറയും. അപ്പോൾ ഒന്ന് ചൂടാവിൻ്റെ ശേഷം രണ്ടാമത് മുക്കി കൊടുത്താൽ മതി. ചൂട് കുറഞ്ഞ് മുക്കിയിട്ടുണ്ടെങ്കിൽ അച്ചപ്പം ചുരുണ്ടി വരും. അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞ് അച്ചപ്പം കൂടി വരും. ഇങ്ങനെ പൂ പോലെ വിരിഞ്ഞ് നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലോണം നന്നായിട്ടുണ്ട്. മാവ് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ട് എല്ലാം ചൂടാറിയിട്ടുണ്ട്. എല്ലാം ചൂടാറിയതിന് ശേഷം മാത്രം ഇതേപോലെ ഞങ്ങൾ ഏത് ടിന്നിലാണോ വെക്കുന്നത് ആ ടിന്ന് നല്ലോണം കഴുകി തുടച്ചതിന് ശേഷം അതിലേക്ക് എടുത്ത് വെക്കാം. നല്ല ചൂടാറണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് തണുത്ത് പോകും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.